KSEBയുടെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ഗുരുതര ക്രമക്കേട്. ആനയിറങ്കൽ ഡാമിലെ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന ഫീസ് പിരിക്കാനുള്ള അവകാശം CPIM നിയന്ത്രിത സൊസൈറ്റിക്ക് നൽകി. ഡാമിന്റെ സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറി. ഹൈഡൽ ടൂറിസം ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. KSEBയുടെ ആനയിറങ്കൽ ഡാമിന്റെ സുരക്ഷാ ചുമതലയടക്കമാണ് CPM നിയന്ത്രണത്തിലുള്ള സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൈമാറിയത്. പ്രവേശന ഫീസ് പിരിക്കാനുള്ള KSEBയുടെ അധികാരവും സൊസൈറ്റിക്ക് നൽകി. ഇതോടെ പ്രതിമാസം ലക്ഷങ്ങളാണ് അനധികൃതമായി സൊസൈറ്റിക്ക് ലഭിക്കുക. വന്യജീവികൾ കാടുവിട്ട് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെ ബോട്ടിംഗ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അമ്യൂസ്മെന്റ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, 3D തിയേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ നടത്തിപ്പ് ചുമതല സ്പർശം സൊസൈറ്റിക്കാണ്. ഓരോ ദിവസവും ശരാശരി 50,000 രൂപ വരെ പ്രവേശന ഫീസായി കഴിഞ്ഞ മാസം വരെ KSEBക്ക് ലഭിച്ചിരുന്നു. ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരമറിയാതെ നിരവധി ആൾക്കാർ വരുന്നുവെന്നും സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്ന സ്പർശം സൊസൈറ്റി ഹൈഡൽ ടൂറിസം ഡയറക്ടറേറ്റിന് കത്ത് നൽകി. തുടർന്നാണ് ആൾക്കാരെ നിയന്ത്രിക്കാനെന്ന പേരിൽ പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സൊസൈറ്റിക്ക് നൽകിയത്. KSEB കൈവശം വച്ച് കരമടച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഡാം സൈറ്റ്, അതിൻ്റെ സുരക്ഷാ ചുമതല അടക്കം ബോർഡിൻ്റെ അനുമതിയില്ലാതെ എങ്ങനെ ഈ സൊസൈറ്റിക്ക് കൈമാറും എന്നതാണ്. ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തെറ്റാണെന്ന് അത് ഇറക്കിയവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ വരികയാണെങ്കിൽ അന്നേരം തന്നെ അത് പുനഃപരിശോധിക്കുമെന്ന്. KSEB പിരിച്ചാൽ കോടതി അലക്ഷ്യമാകുമെന്ന ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നാണ് ഡയറക്ടറേറ്റിന്റെ വാദം. അത്യാവശ്യമുള്ള ജീവനക്കാരെ മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളതെന്നും വരുമാനമില്ലാത്തതിനാൽ കൂടുതൽ പേരെ നിയോഗിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിമാസം ലക്ഷങ്ങൾ പിരിക്കാനുള്ള അവകാശം സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയത്. കൂടാതെ തന്ത്രപ്രധാനമായ ഡാമിന്റെ സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.